വോയേജർ ക്യാമ്പിൻ്റെ നമ്പറുകളിലേക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കും ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മണാലിയിലുള്ളത്. അപ്പോൾ നിങ്ങൾ കാശ്മീർ ട്രിപ്പ് മണാലിയിലേക്ക് ഡൈവേർട്ട് ചെയ്തതാണോ, അതുപോലെ തന്നെ ഏപ്രിൽ 22 ശേഷം നിങ്ങൾ കാശ്മീർ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് മണാലിയിലേക്ക് പോയതാണോ ഒക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ, കാരണം നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് പോയ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിയാലിറ്റി അങ്ങനെയല്ല. നമ്മുടെ കൂടെ 22-ാം തീയതി ആയിരുന്നു നമ്മൾ ട്രിപ്പ് എൻഡ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മുടെ കാശ്മീർ ട്രിപ്പിൽ വന്ന ആളുകളുടെയൊക്കെ 22-ാം തീയതി ഏകദേശം ഒരു 4-5 ഫാമിലികൾ ഉണ്ടായിരുന്നു. അപ്പോൾ 20-ാം തീയതി, 21-ാം തീയതി, 22-ാം തീയതി ഈ 3 ഡേറ്റുകളായിട്ട് ഏകദേശം 8ഓളം ഫാമിലികൾ നമ്മുടെ കൂടെ വന്ന ആളുകളുടെയൊക്കെ യാത്ര കഴിഞ്ഞിട്ട് സക്സസ്ഫുള്ളി എൻഡ് ചെയ്തതിന് ശേഷമാണ് അവർ നാട്ടിലേക്ക് പോയത്. പിന്നെ നമ്മളിപ്പോൾ മണാലിയിലേക്ക് വരാനുള്ള കാരണം, മണാലിയിലേക്കുള്ള ട്രിപ്പ് നമ്മൾ 2 മാസം മുന്നേ അനൗൺസ് ചെയ്ത ട്രിപ്പായിരുന്നു. ആ ട്രിപ്പിൽ നമ്മുടെ കൂടെ വന്ന ആളുകളെയും കൊണ്ടാണ്, അതായത് ആദ്യം ബുക്ക് ചെയ്ത ആളുകളെയും കൊണ്ട് വന്ന ആളുകളെയും കൊണ്ടാണ് നമ്മൾ നേരെ മണാലിയിലേക്ക് വന്നുള്ളത്. അതായത് കാശ്മീർ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടല്ല. കാശ്മീർ ട്രിപ്പ് നമ്മുടെ വോയേജർ ക്യാമ്പിൻ്റെ ഒരു ട്രിപ്പുകളും ക്യാൻസൽ ചെയ്തിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഫേക്ക് ഇൻഫർമേഷൻസ് ആരും പരത്താതിരിക്കുക. കാശ്മീരിൽ ഇന്നും ഇന്നലെയൊക്കെ ട്രിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സേഫായിട്ടുള്ള ഇടങ്ങളിലേക്ക്. ഓക്കെ, ബാൻ ചെയ്തിട്ടുള്ള ഏരിയകളിലേക്ക്, ഇപ്പോൾ ദൂദ്ബത്രി ആയാലും ഗുൽമർഗ് ആയാലും സോനമർഗ് ആയാലും 2 ദിവസം മുന്നേ വരെ ഏറ്റവും ഹൈ എൻഡിലേക്ക് പോകുന്ന താജിവാസി ഗ്ലേഷ്യർ പോലുള്ള സ്ഥലങ്ങളിലേക്ക്, അതുപോലെ തന്നെ കിലൻമർഗ് പോലുള്ള സ്ഥലങ്ങളിലേക്ക്, ദൂദ്ബത്രിയിൽ ഏറ്റവും പീക്കിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്കുള്ള എൻട്രികൾ, അതായത് കുതിര സഫാരി പോലുള്ള എൻട്രികൾ 2-3 ദിവസത്തേക്ക് ചെറിയ രീതിയിൽ ബന്ധാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ല. ബാൻ ആക്കിയിട്ട് ഏരിയകളിലേക്ക് നമ്മളെ വണ്ടി കൊണ്ടുപോകില്ല. അല്ലാത്ത ഏരിയകളിൽ ഇപ്പോൾ നമ്മുടെ ഡാലിലേക്ക് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫേക്ക് ഇൻഫർമേഷൻസ് പരത്താതിരിക്കുക.